ഹലോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഇംഗ്ലീഷിൻ്റെ അസൈൻമെൻറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ അസൈൻമെൻറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ അസൈൻമെൻറ്റ് എഴുതിയത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതിനുള്ള പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഒക്കെ അവർ തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെക്കാനുള്ള ഫോം ഷീറ്റും കാര്യങ്ങളൊക്കെ അവർ PDF ആയിട്ട് അയച്ചിട്ടുണ്ടാവും. നിങ്ങൾ അതൊക്കെ പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ്. അപ്പം നമുക്ക് എന്തായാലും അസൈൻമെൻറ്റ്സിനെ പറ്റിയിട്ട് പറയാം. പിന്നെ ഞാനിപ്പോൾ ഏത് സെമ്മാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ അസൈൻമെൻ്റ് ആണ് വെക്കാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡ് സെമ്മിലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീസും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സെം ബേസിലാണ് ഞങ്ങൾക്ക് ഫീസ് വരുന്നത്. ഞങ്ങൾക്ക് എല്ലാ സെമ്മിലും രജിസ്റ്റർ ചെയ്യണം. അതുപോലെ എക്സാമിനും ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ സെൻറ്റർ എവിടെയെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് സെൻറ്ററൊക്കെ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പ്ലേസിൽ തന്നെ അതിൻ്റെ സെൻറ്ററൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സെൻറ്ററും അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അസൈൻമെൻറ്റിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ അസൈൻമെൻറ്റ്. അപ്പോൾ 2 അസൈൻമെൻറ്റാണ് നമ്മൾ ഒരു സബ്ജക്റ്റിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവും അതുപോലെ അനലിറ്റിക്കലും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അസൈൻമെൻറ്റ് വരിക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെടുത്ത് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയ ഗൈഡ് ലൈൻ പ്രകാരം സ്റ്റാപ്ലർ ഒന്നും യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അസൈൻമെൻറ്റ് ടൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് കണ്ടതുകൊണ്ട് ഇത് പറഞ്ഞെന്നുള്ളൂ. ഇതിങ്ങനെ ഹോൾ ചെയ്തിട്ട് നമ്മളെ പഞ്ച് ചെയ്യുന്ന മെഷീൻ വെച്ച് പഞ്ച് ചെയ്ത് ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഒരു ത്രെഡ് വെച്ച് കെട്ടാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പേജ് വരുന്നത്. ഈ പേജാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ PDF ആയിട്ട് അയച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ PDFിലുള്ള ഫസ്റ്റത്തെ ഫോം 1 ആൻഡ് ഫോം 2 എന്ന് പറഞ്ഞിട്ട് 2 പേപ്പറാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഫോം 1ലാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിൻ്റെ മേലെ വെക്കേണ്ടതാണ് ഫോം 1. അപ്പോൾ ഇതിലതാ പ്രത്യേകം നമുക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ടു ബി സബ്മിറ്റഡ് ബൈ ലേണേഴ്സ് അലോങ് വിത്ത് ദി ഹാൻഡ് റിട്ടൺ അസൈൻമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇതെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെയൊന്നും നമുക്ക് പ്രിൻറ്റഡ് കോപ്പീസ് ഒന്നും ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അസൈൻമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ എഴുതിയ അസൈൻമെൻറ്റിൻ്റെ ഫസ്റ്റ് ഇതുപോലെ വെക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫോം 1. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ഇൻട്രൊഡക്ഷന് 2 മാർക്ക്, എക്സ്പ്ലനേഷൻ ഓഫ് ദ തിയറി ഓർ ഐഡിയയ്ക്ക് 6 മാർക്കാണ്. പിന്നെ ഓവറോൾ ക്ലാരിറ്റി, സ്റ്റൈൽ, സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ. നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമ്മൾ പാരഗ്രാഫൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പാരഗ്രാഫൊക്കെ തിരിച്ച് നല്ല നീറ്റായിട്ട് എഴുതുക. അതിനൊക്കെ നമുക്കിവിടെ മാർക്കുണ്ട്. അതുപോലെ ബിബ്ലിയോഗ്രഫി ഓർ റെഫറൻസസ്. അപ്പോൾ റെഫറൻസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഇപ്പോൾ സൈറ്റിലൊക്കെ കയറിയിട്ടല്ലേ നമ്മൾ എടുക്കുക. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ഒക്കെ അടിയിൽ സൈറ്റ് ദിസ് പേജ് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ എഴുതണം. ഇപ്പോൾ ജേർണലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ സൈറ്റ് MLA ഫോർമാറ്റിൽ എഴുതണം. പിന്നെ നമ്മൾ ബുക്കൊക്കെ നോക്കൂ. അപ്പോൾ ബുക്കിൻ്റെയൊക്കെ ഓതറുടെ പേര് അതുപോലെ തന്നെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, MLA ഫോർമാറ്റിൽ എങ്ങനെയാണ് റെഫറൻസ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 12 പേജ് വേണം. 12 പേജ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബോഡി പാരഗ്രാഫ്സ് മാത്രമാണ് 12 പേജ് വേണ്ടത്. അതിൽ നമ്മുടെ ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ കൺക്ലൂഷനോ ഒന്നും ഇൻക്ലൂഡഡ് അല്ല. അതൊന്നും കൂടാതെയാണ് നമുക്ക് ബോഡി പാരഗ്രാഫ് മാത്രമാണ് 12 പേജ് വേണ്ടത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ്സിൽ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് സമ്മറി ഉണ്ടാവും, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ അനാലിസിസ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ അസൈൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ്സ് എഴുതുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ആ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിനെ പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. പക്ഷേ നമ്മുടെ അനലിറ്റിക്കൽ എസ്സേ വരുന്ന സമയത്ത് നമ്മുടെ ക്രിട്ടിക്കൽ അനാലിസിസ് കണ്ടിട്ടില്ലേ, അതുപോലെ നമ്മൾ കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ടും അതുപോലെ ക്രിട്ടിക്കൽ റെസ്പോൺസസും പിന്നെ നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂ പിന്നെ കുറച്ച് എക്സാമ്പിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതേണ്ടതാണ് അനലിറ്റിക്കൽ അസൈൻമെൻറ്റ്. അനലിറ്റിക്കൽ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ നമ്മൾ ഫുട് നോട്ട്സും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഇവാലുവേഷൻ ക്രൈറ്റീരിയയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ നമ്മുടെ ഫോം 1 നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ലേണേഴ്സ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു തരും. എന്നാലും നമ്മുടെ പേര്, നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് നമ്മുടെ പേരാണ്. എൻറോൾമെൻറ്റ് നമ്പർ, നമുക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ടാവും നമ്മളവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, അതാണ് നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ. പിന്നെ നെയിം ഓഫ് ദി പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് MA ഇംഗ്ലീഷ്. പിന്നെ സെമസ്റ്റർ ഏത് സെമസ്റ്ററാണെന്ന് എഴുതാം. പിന്നെ കോഴ്സ് കോഡ് ഏതാണോ
നമ്മുടെ കോഴ്സിൻ്റെ കോഡ്, നമ്മുടെ പേപ്പറിൻ്റെ മേലുണ്ടാവുമല്ലോ ഒരു കോഡ്, M21 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ മേലെ ഉണ്ടാവും, അതാണ് കോഴ്സ് കോഡ്. കോഴ്സ് ടൈറ്റിൽ ഏതാണോ സബ്ജക്റ്റ് അതാണ് കോഴ്സ് ടൈറ്റിലായിട്ട് വരുന്നത്. പിന്നെ നെയിം ഓഫ് ദി ലേണർ സപ്പോർട്ട് സെൻറ്റർ, നിങ്ങളുടെ ലേണർ സെൻറ്റർ ഏതാണോ ആ സെൻറ്ററിൻ്റെ പേരാണ് നെയിം ഓഫ് ദി ലേണർ സപ്പോർട്ട് സെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ ബാച്ച്, റോൾ നമ്പർ, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലേണർ സെൻറ്റേഴ്സിൽ നിന്ന് അയച്ചു തരും. അവർ നിങ്ങളുടെ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടാവും, അതാണ് നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേജ്. ഇതുപോലെ തന്നെയാണ് അനലിറ്റിക്കലും വരുന്നത്. പിന്നെ അനലിറ്റിക്കലിന് വരുന്ന ഒരു ചേഞ്ചസ് ഞാൻ പറഞ്ഞു അതിൽ നിങ്ങൾ കുറച്ചും കൂടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതുപോലെ തന്നെ നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂ എക്സാമ്പിൾസും ഒക്കെ വെച്ചിട്ട് ഒന്നും കൂടെ ക്രിട്ടിക്കലായിട്ട് എഴുതാൻ നോക്കുക. നമ്മുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതിൽ നിങ്ങളിതാ അടിയിൽ കണ്ടില്ലേ, ഫിഫ്ത്തായിട്ട് വരുന്നതൊക്കെ ഫുട് നോട്ട്സ്, ബിബ്ലിയോഗ്രഫി, റെഫറൻസ്. അപ്പോൾ ഫുട് നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ക്രിട്ടിക്കൽ നമ്മുടെ അനലിറ്റിക്കൽ അസൈൻമെൻറ്റ്സ്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ പേജായിട്ട് വെക്കേണ്ടത് എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നു, നമ്മുടെ ഫോം ഷീറ്റാണ്. ദെൻ നമ്മൾ സെക്കൻഡ് പേജിൽ നിങ്ങൾ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ്, അസൈൻമെൻറ്റ് എന്ന് എഴുതിയിട്ട് ഒരു പേജ് വെക്കണം. അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര്, കോഴ്സ്, ബാച്ച്, പ്രോഗ്രാം എന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. ഇത് ഇങ്ങനെ തന്നെയാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ ഗ്രൂപ്പിൽ പറഞ്ഞു തരും കേട്ടോ, അവിടെ എന്തൊക്കെ എഴുതേണ്ടതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് ഫില്ല് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് ലേണർ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രകാരമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ദെൻ നമ്മൾ തേർഡ് പേജായിട്ട് വെക്കേണ്ടത് ടോപ്പിക് പേജാണ്. ടോപ്പിക് എഴുതിയിട്ടുള്ളൊരു പേജ് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള, നമുക്ക് ടോട്ടൽ ഒരു സബ്ജക്റ്റിന് തന്നെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ അനലിറ്റിക്കലും ഡിസ്ക്രിപ്റ്റീവായിട്ട്. അതിൽ നിങ്ങൾ എന്ത് ടോപ്പിക്കാണോ സെലക്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഏത് ക്വസ്റ്റ്യനാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിവിടെ എഴുതുക, ടോപ്പിക് പേജിൽ ഇൻക്ലൂഡ് ചെയ്യുക. തേർഡ് പേജായിട്ട് ടോപ്പിക് പേജാണ് വെക്കേണ്ടത്. ദെൻ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് ഒത്തിരി വലുതാക്കി അല്ലെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇൻട്രൊഡക്ഷൻ എഴുതരുത്. ഒന്ന് ചെറുതായിട്ട് നമ്മൾ സാധാരണ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എന്താണോ നമ്മളെ എസ്സേയിൽ എന്താണ് ടോപ്പിക്ക്, എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ കൊടുത്തിട്ട് ഒരു ഷോർട്ടായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എന്തെങ്കിലും തിയറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിയറി എന്താണോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ പ്രൂവ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നൊക്കെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ സാധാരണ നിങ്ങൾ ബുക്സിൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ടില്ലേ, അതുപോലെ ക്ലിയർ ആയിട്ട് ആ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാവണം നമ്മൾ എന്താണ് നമ്മുടെ അസൈൻമെൻറ്റിൽ ചെയ്യുന്നത്, എന്താണ് എഴുതാൻ പോകുന്നത് എന്നൊക്കെ ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെയാണ് നമ്മൾ അടുത്ത പേജായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ബോഡി പാരഗ്രാഫ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ബോഡി പാരഗ്രാഫ്സ് മാത്രമാണ് നമുക്ക് 12 പേജ് വേണ്ടത്. ഇൻട്രൊഡക്ഷനോ കൺക്ലൂഷനോ റെഫറൻസോ ഒന്നും കൂട്ടാതെയാണ് 12 പേജ് ബോഡി പാരഗ്രാഫ് മാത്രം വേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് തന്നെ, ക്വസ്റ്റ്യൻ എന്താണോ അത് ബ്രേക്ക് ചെയ്ത് എഴുതുക. ഇപ്പോൾ നിങ്ങൾ ഇമാജിനറി അങ്ങനത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ പോയറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പോയിറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ തിയറീനെ പറ്റിയിട്ടോ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. പാരഗ്രാഫ് കറക്റ്റായിട്ട് സ്ട്രക്ചേർഡായിട്ട് തിരിക്കുക, പാരഗ്രാഫ് തിരിച്ചെഴുതുക, ക്ലിയർ ആയിട്ട് എഴുതുക. പിന്നെ പേജസൊക്കെ ഭയങ്കര നീറ്റായിട്ട് ബോർഡറൊക്കെ കൊടുത്ത് എഴുതുക. ഹാൻഡ് റിട്ടൺ കോപ്പീസ് ആണ് കേട്ടോ, പ്രിൻറ്റഡ് കോപ്പീസ് ഒന്നും അലൗഡ് അല്ല. പ്രിൻറ്റഡ് കോപ്പീസ് ഒന്നും അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ നോക്കി അവർ എടുക്കില്ല. അപ്പോൾ എഴുതിയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ബോഡി പാരഗ്രാഫ്സ് പോകേണ്ടത്. അത് നല്ല ബ്രേക്ക് ചെയ്തിട്ടൊക്കെ എഴുതുക. പിന്നെ തിയറി ആണെങ്കിലൊക്കെ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ 12 പേജ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കൺക്ലൂഷൻ കൊടുക്കുക. അപ്പോൾ കൺക്ലൂഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ എൻ്റെ അസൈൻമെൻ്റ് ആണിത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റെഫറൻസ് പേജ് ലാസ്റ്റ് പേജിൽ നിങ്ങൾ ഏതൊക്കെ സൈറ്റിൽ കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ പേജസിൽ നിന്നാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി റെഫർ ചെയ്തത് അതെല്ലാം റെഫറൻസ് പേജിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ബുക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ബുക്സിൻ്റെ പേരും ഓതറിൻ്റെ പേരും ഒക്കെ MLA ഫോമാറ്റിലാണ് എഴുതേണ്ടത്. എങ്ങനെയാണ് MLA ഫോമാറ്റിൽ എഴുതാമെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നിങ്ങൾ ഡിഗ്രീൻ്റെയൊക്കെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന കാര്യമാണത്. അപ്പോൾ അതുപോലെ എഴുതാം.
ദെൻ നമുക്കിനി ഫോം 2 നമ്മുടെ അനലിറ്റിക്കൽ അസൈൻമെൻറ്റ് നോക്കാം. അപ്പോൾ അനലിറ്റിക്കൽ അസൈൻമെൻറ്റിനൊക്കെ നമ്മുടെ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എവാലുവേഷൻ ക്രൈറ്റീരിയ ഒക്കെ ഏകദേശം സെയിം ആണ്. ബട്ട് ഇതിൽ നമുക്ക് ഫുട് നോട്ട്സ് വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഫോമുലേഷൻ ഓഫ് ഐഡിയ ആൻഡ് അനാലിസിസ്, ക്രിട്ടിക്കൽ ഇൻക്വയറി കണ്ടോ, ഇതിൽ നമ്മൾ എക്സ്പ്ലനേഷൻ ഓഫ് തിയറി എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതി. പക്ഷേ ഇവിടെ നോക്കൂ, ക്രിട്ടിക്കൽ ഇൻക്വയറി, ഫോമുലേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് അനാലിസിസ്, ഇല്ലുസ്ട്രേഷൻസ്, എക്സാമ്പിൾസും ക്രിട്ടിക്കൽ ഇൻക്വയറീസും ഫോമുലേഷൻസ് ഓഫ് ഐഡിയാസും അനാലിസിസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം നമ്മുടെ റൈറ്റിംഗ് സ്റ്റൈൽ ഒന്നും കൂടെ ചേഞ്ച് ആവുമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് സമ്മറി ബേസ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാതെ ഇവിടെ എന്താ ക്രിട്ടിക്കലായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. അതാണ് ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ളത് വായിച്ച് നോക്കാൻ പറഞ്ഞത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഒന്ന് മിയ സമ്മറിയാവും, ഒന്നെന്താണ് ക്രിട്ടിക്കൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡിഫറൻസാണ് അനലിറ്റിക്കലും ഡിസ്ക്രിപ്റ്റീവും തമ്മിലുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് എഴുതാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഫുട് നോട്ട്സ് ഉണ്ട്. ഫുട് നോട്ട്സ് എങ്ങനെയാണെന്ന് ഞാൻ എഴുതിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടാനുണ്ടെങ്കിൽ നിങ്ങളുടെ ലേണേഴ്സ് സെൻറ്റേഴ്സിൽ നിങ്ങൾക്കൊരു ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡിൻ്റെ അടുത്ത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം നിങ്ങൾ എഴുതാം. നമുക്ക് ഒരു അസൈൻമെൻറ്റിന് തന്നെ നമുക്ക് 15 മാർക്കാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് നമുക്ക് 30 മാർക്കാണ് അസൈൻമെൻറ്റിന് വരുന്നത്. ഇത് കറക്റ്റ് ഡേറ്റിന് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ഡേറ്റിന് തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ഫസ്റ്റ് പേജും അതുപോലെ തന്നെ ടോപ്പിക് പേജും ഒക്കെ സെയിം തന്നെയാണ്, അതൊക്കെ ഒരുപോലെ തന്നെയാണ് എഴുതേണ്ടത്. പിന്നെ ഇൻട്രൊഡക്ഷനും ഞാൻ പറഞ്ഞ രീതിക്ക് നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ എയിം എന്താണോ അതും ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം. പിന്നെ 12 പേജ് തന്നെയാണ് വേണ്ടത്. പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഫുട് നോട്ട്സ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ എല്ലാ പേജിലും ഫുട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളടുത്ത് ഞങ്ങളുടെ ടീച്ചർ ഗൈഡ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈഡ്സിൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. ചിലപ്പോൾ ഇതുപോലെ ആവില്ല അവർ പറയാം. അപ്പോൾ നിങ്ങളിങ്ങനെ വീഡിയോസൊക്കെ കണ്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഗൈഡിനെ എടുത്ത് ചോദിക്കുക. എന്താ വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് എഴുതിയതിന് ശേഷം വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് സെമ്മിൻ്റെ അസൈൻമെൻറ്റ് ഇതേപോലെ തന്നെയാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഫുട് നോട്ട്സ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഈ പേജിൻ്റെ താഴെ ഇതുപോലെ ഒരു ബോക്സ് എഴുതിയിട്ട് നിങ്ങളുടെ പേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരു ബുക്കിനെ പറ്റി നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു വേർഡിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ 1 അല്ലെങ്കിൽ ഒരു അരമാർക്ക് ഇട്ടിട്ട് അത് നേരെ താഴെ ഇതുപോലെ നിങ്ങൾക്ക് കൊടുക്കാം. അതാണ് ഫുട് നോട്ട്സ് വരുന്നത്. അതിൻ്റെ ക്ലാരിറ്റിക്കാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചത്. ഞാനിതുപോലെ എല്ലാ പേജിലും ഫുട് നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങളൊരു കൺക്ലൂഷൻ കൊടുക്കുക. എങ്ങനെയാണ് കൺക്ലൂഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ റെഫറൻസ്, നിങ്ങൾ സൈറ്റ് ചെയ്തിട്ടുള്ള പേജസ്, ബുക്സ്, റെഫർ ചെയ്തിട്ടുള്ള ബുക്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള MLA ഫോമാറ്റിൽ ഇതുപോലെ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 2 അസൈൻമെൻറ്റിനെ പറ്റിയിട്ടും പറയാനുള്ളത്. അപ്പോൾ ഏകദേശം അസൈൻമെൻറ്റ്സിൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസ്സസും അതുപോലെ തന്നെ ഞാൻ നോട്ട്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാമിൻ്റെയൊക്കെ സമയത്ത് ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോർട്ട് നോട്ട്സ്, ഇപ്പോൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഫർദറായിട്ട് ക്ലാരിറ്റി കിട്ടാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടതിന് താങ്ക് യു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ.